ഇന്ന് ഞാനൊരു തേങ്ങ അരച്ച മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അയില വെച്ചിട്ടാണ് ഞാൻ ഈ മീൻ കറി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ. ഈ ഉലുവ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ ഇഞ്ചി ചതച്ചത് എന്നിവ ചേർക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇവ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഈ വെളിച്ചെണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള, തക്കാളി, കറിവേപ്പില, പച്ചമുളക് ഇവ ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള, വലിയ ഒരു തക്കാളി, 4 പച്ചമുളക്, കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം 4 പച്ചമുളക് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് സവാളയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ കൂടുതൽ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതായത് സവാള കുറച്ച് ചെറുതും തക്കാളി നല്ല വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാളയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്താൽ മതി. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മുടെ ഈ അരപ്പ് കുറച്ച് കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണം. നമുക്ക് വെള്ളം നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നല്ല കുറച്ച് കട്ടിയായിട്ട് തന്നെ നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള അരപ്പാണ്. നമുക്ക് ഈ ഒരു മിക്സിയുടെ ഈ ഒരു ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല കട്ടിയാണ്. നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് പുളിവെള്ളമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം.
ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ അയലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇതിലേക്ക് ചേർക്കാം. മീൻ ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് ഇളക്കാൻ പാടില്ല. ഇനി ഈ മീനൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, മീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.